നഗരിപ്പുറം തിരുനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ 4ാം ഭാഗം ഭക്തർക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു. കാണുക. ഇതിനു മുൻപുള്ള 3 ഭാഗങ്ങൾ കണ്ടതിന് ശേഷം ഈ ഭാഗം കാണുക. ഹരി ഓം. യുക്തം കുടുംബാനീയഗ്രത ആരോഗ്യസന്ധനം ആരോപ്യതുണകെ ആനത്താത്മേകരാതേണാഭിദർഭാരവദ്ധഹേ രാജാസുമണ്ഡിന സ്നേഹശങ്കര ശിശുപാലായ സ്വാം കന്യാദാസൻ കർമ്മ്യാണി ഹാരയ പുരം സംസൃഷ്ട സംസിക്തമാർഗ്ഗരധ്യാജദുഷ്പദം ചിത്രദുജുദാകാമി തോരണൈ സമലംകൃതം സകന്ധമാര്യാദരണൈകരജാംബരഭൂഷിതൈ ചുഷ്ടം ശ്രീപുരുഷേശ്രീമദ്ഗീർ അകരുദുപീരേ പിതൃദേവൻ സമർപ്പിച്ച വിപ്രാംശിദേന്ദ്രവ ബോധയിത്വധാന്യായം വാദയാമാസമംഗളം സുസ്നാതം സുനീം കന്യാകൃത കൗതുകമംഗളം ഭൂഷിതാം ഭൂഷണോത്തമേ ചക്രോ സാമർദ്ദുർമന്ത്രേദ്വാരചന്ദ്രോത്തമ പുരോഹിതോധർവൈ ജുഭാവകൃഷാന്തയേ ഹിരണ്യരൂപിമാസം ശീതിരാംശകുലമിശ്രീതാൻ രാജാവിധിവതാംബര ഏവം ചേരിപതി രാജാവേ കാരയമാസമന്ത്രജ്ഞൈ സർവാഭ്യുദയോജേത മദച്ഛുഭ്യജഗജാനികേ സിന്ധനഹേമമാലിഭിः പത്യച്ഛുനംഗൈ സൈനൈ പരീതകുണ്ഡിനകേയോ തം വൈദ്യദർബാലിപതി സമേധ്യാദ്യാഭിഭൂജയ നിവേശയാമാസമുദാ കത്തിരാന്യനിവേശനെ തത്രതലോചന തന്തുതന്ത്രപ്രതിജോരത ആജക്കും ചെയ്തുപക്ഷീയാവം പ്രഗാദ്യാസഹസ്രജ കൃഷ്ണരാമദ്വിജയത്രകന്യ ചെയ്തായി സാരിതം ആഗത്യ ഹരേ കൃഷ്ണ രാമാദ്യേർവിദ്വത യോസ്യാമാസമുദാസ്തേനഗിരി നിശ്ചിതാനതാജഗ്ഭർഭൂഭുജ സർവേ സമഗ്രപരവാഹന സുദേവവാൻ രാമോ വിവക്ഷീയനർവോദ്യമം കൃഷ്ണം ജയഗംഗമത്കർത്തം കന്യം കരകലംഗിത ബലേനമനാസാരം പ്രാതസ്നേഹവരപ്രദ ത്വരിതപണ്ഡിനം പ്രാഗാഗജാശ്രുതിപത്യവി ഭീഷ്മകന്യാവതാരം സത്യാഗമനം ഹരേ പ്രത്യാവതി പശ്യന്തി അചിന്തയത്തദാ ഉദ്ഭാവോയപ്രാഗച്ഛത്തിരണ്ടാശോ നാഗംവേദ്യകാരണം സോവിനാവർത്തദേധ്യാഭിവസന്ദേശകരോദ്വിജ അഭിമഞ്ജനദ്ധ്യാത്മ നായായിരോദ്യമം ദുർഗായാമേധാന അനുഗോലോ മഹേശ്വര ദേവി വാമിമുഖാ ഗൗരി രാണി ഗിരിജാസരി ദേവഞ്ചിന്തരി ബാല ഗോവിന്ദമാനസ നേത്രീജാസുലാകുലെ ഏവമദ്വരദീക്ഷ്യന്ത ഗോവിന്ദാഗമനം നിര വാമോരുപുജാനേത്രമസ്ഫുരൻ പ്രിയവാചീന അലകൃഷ്ണയതിഷ്ഠാസ ഏവതിരുത്തമ അന്തപ്രേരിൻ ദേവീൻ രാജപുത്രിൻ ദർശന സാത്തം പ്രവേശനം അഭ്യഗ്രാക്ഷകയും സരി ആര്യക്ഷണാഭിജ്ഞ സമൃച്ഛുജിസ്മിത സസ്യാവേദേ പ്രാപ്തം ശേഷം സദാനം മുക്തചുക്തിവാചനം ആത്മാപനയനം ബ്രതി സമാഗതം സമാജ്ഞായ വൈദർഭീഷ്ണാനസ നശ്ചന്ദിരാമണായ യമന്യനാമസ പ്രാപ്തശതോ സ്വദേവദ്വാഗപേക്ഷോത്സവേ അഭയാത്മഘോഷണായ വിഷ്ണുസ്മരണേ പദവട്ടോഗാനീയ വാസാംസി വിരജാംസിത ഉഭയാന്യാന്യ അഭിഷ്ടാനി ഉഭയാനാന്യഭിഷ്ടാനി ഉപായനാന്യവിഷ്ടാനി ഇതിലെ സമൂഹേതയോമേശാന്തിമതുൽഭഗൽഭാമതി സസൈനികസാനുകയോരാനിത്യമിതനേയത ഏവനജ്ഞസമേതാനൈതാവീരമതാവയ യഥാബലമേതാവിത്തം സർവൈകാമേ സമഹേത് കൃഷ്ണനാഗരനാഗനേതപൂർവാസിന ആഗത്യ നേത്രാഞ്ജലിഭി ഭൂസ്ത്വന്മുഖമംഗരം അസ്യയോഗാന്യാപവിധം രുക്മിണ്യർക്കരാപര അസാവ്യപരമധ്യാത്മ വൈഷ്ണ്യാസമുചിതപരേ കിഞ്ചിതം യന്നത്തെ ശസ്ത്രലാവകൃത അനികൃണാദികൃണാദ്വൈതവ്യവണച്യുത ഏവം പ്രേമലാഭഗാവനന്തി സ്മരൗതസ കന്യാച അന്തപുരപ്രാകാൻ ഭടേഗുപ്താംബികാലയം പദ്യാഞ്ജലിതയോ ദൃഷ്ടം പ്രമാണ്യമാതമല്ലവം സാരാനുധ്യായി സമ്യക് മുഖനിർണാംബുജം യഥവത്മാർവേ സാദം സഖിരീ പരിവാരേത ഗുപ്തരാജവടൈശ്വരേ സന്നദ്ധേർഭ്യതായതേ മൃദംഗജംഗവണവാസ്തുജവേ യസ്യകിനേരേ നാനോപകാരപരിവേരമഖ്യാസഹസ്രജ സത്കേന്ദ്രപ്രാപരണേരിവത്നിതുലംകൃത ഗായന്ത സുഗന്ധശ്ച ഗായക വാദ്യവാദക പരിവാര്യതം ജഗ്മോസുതമാഗതവന്ദീന ആസാദിദേവീ സദനം ദൗദപാദകരാംബുജ ഉപസ്പിച്ചിഷാംബികാന്തികം താം വൈ പ്രവയസോപാലം വിദഗ്നാവി പ്രയോഷിത ഭവാനിം വന്ദയാശ്ചക്ര ഭവ പത്നീം ഭവാൻവിത നമസ്യേ സ്വാമികേ ഭീഷ്ണം സുസംഗാനാം ശിവാം ഭൂയാൽ പരിമേ ഭഗവാൻ കൃഷ്ണ തദനുമോദകം നമസ്യേ ത്വാംബികേ അഭീക്ഷ്ണം സ്വസംഗാനൈതാം ശിവാം
ഭൂയാൽ പതിർമേ ഭഗവാൻ കൃഷ്ണ തദനുമോദതാം ഭഗവാൻ രുക്മിണീദേവിയെ സ്വയംവരിക്കുന്ന രംഗാണ് അടുത്ത അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. ആ സ്വയംവരത്തിന്റെ ശ്ലോകം പറഞ്ഞതിന് മുമ്പ് പറയും. ആ ശ്ലോകം വായിച്ചതിന് ശേഷം ഇവിടെ പരസ്പരം മാല ചാർത്തുക, രുക്മിണി കൃഷ്ണന്മാര്, പിന്നെ കുഴവ ഇടുക, എന്തൊക്കെയാ വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ സമയത്ത് വാദ്യഘോഷങ്ങള്, നാദസ്വരം, അതൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ ദീപാരാധന കഴിച്ച് നിവേദ്യം സമർപ്പിക്കുക ഭഗവാന്. ആ വക ചടങ്ങുകളൊക്കെയാണ്. പറ നിറക്കേണ്ടവർക്കൊക്കെ ആ ശ്ലോകം വായിച്ചതിന് ശേഷം മഞ്ഞൾപ്പുറ ഷീട്ടാക്കിയിട്ടുള്ള ഒരാള്, ബാക്കിയുള്ള ഷീട്ടാക്കിയ പറകള് പറന്നിറക്കാൻ ഷീട്ടാക്കിയവരൊക്കെ ആ ശ്ലോകം വായിച്ചതിന് ശേഷം ആ വക കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പ്രത്യേകം അറിയിക്കണു. രുക്മിണീ സ്വയംവരത്തിന്റെ അധ്യായം വായിക്കും. സർവേഷു സമദ്ധാവാഹാനാ വികതം ശിലാ സുശർക്കലേ പരിക്രാന്ത നിരുദ്ധൃതകാർമുക ആനാപരതാണുക്യ യാദവാനി ഗൈരുധവാ സംഭ്രാമകാ അശ്വവൃഷ്ടേ വിജസ്കന്ധേന തപോസ്തുത കോപിതാം കുമരിശരവർഷണിമേഘാദൃശ്യഭോയതാം പത്യോബലം ശരാസാരേ ഛന്നീക്ഷ സുമധ്യമാ സംവേദനക്ഷദന്തം ോജന ഭഗവാനവസ്മ ഹൈവാമനോജനയും നിക്ഷത്രിനേവൈദം സാവദേശാകൃപംബരം ദേശാവൃത്തിരാഗത സർഗർഭണാലയ മനുഷ്യമാനാരാഗജാന്തതാം ഏകശിലാം ദിനാശിലാം ദിനാമുളി സമുദ്രകിരാനെ സോഷിതാം ഇഷ്ടാസ കലഭാം അശ്വാസന നര സമാദത്തെ അനാവശേഷം ഫലപ്രഭം സ്മരണീപകരണം നാമ പുരാസാമകൽപുരം അഹിത്വാദമനിക്ഷമപ്രത്യുഹയീയസി കുലിനപ്രവേക്ഷ്യാമി ശിവാശനം. രുക്മിണീ സ്വയംവരം വർണ്ണിക്കുന്ന ശ്ലോകം. ഭഗവാൻ രുക്മിണീ ദേവിയുടെ കഴുത്തിൽ വരണമാലിയും കാലിയൊക്കെ ചാർത്തുന്ന രംഗാണ് അടുത്ത ശ്ലോകത്തില് വർണ്ണിക്കുന്നത്. അപ്പൊ നമ്മളാകുന്ന രുക്മിണിമാരെ, ജീവാത്മാക്കളെ ഭഗവാൻ സ്വീകരിക്കുന്ന ആ ഒരു രംഗം, അതാണ് രുക്മിണീ സ്വയംവരത്തിലൂടെ ചിത്രീകരിക്കുന്നത്. ഭഗവാൻ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു വന്നു, മധുരാപുരിയിലത്തെ ഭരണമൊക്കെ വേണ്ട പോലെ ആക്കി. അത് കഴിഞ്ഞിട്ട് അവിടത്തേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. ജരാസന്ധൻ 18 തവണ യുദ്ധം ചെയ്യാൻ വേണ്ടി 17 തവണ യുദ്ധം ചെയ്തു. ജരാസന്ധനെ തോൽപ്പിച്ചു, ഓടിച്ചു, സൈന്യങ്ങളൊക്കെ നിഗ്രഹിച്ചു. 18ാമതും ദുഷ്ടൻ ചട്ടം കെട്ടി വരും വിധോ വീണ്ടും യുദ്ധത്തിന് വരിക. അപ്പോഴേക്കും യവനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവ് 3 കോടി മേച്ച സൈന്യമായിട്ട് യുദ്ധത്തിന്. അതിനിടയ്ക്ക് ഭഗവാന് ഭരണം നേരെയാക്കണം മധുരാപുരിയിലത്തെ. പിന്നെ തന്റെ അച്ഛനമ്മമാരെ വൃന്ദാവനത്തിൽ പോയിട്ട് നന്ദഗോപുരം യശോദാദേവിയൊക്കെ സമാധാനിപ്പിക്കണം, ഗോപന്മാരെയും ഗോപികളെയും. അനവധി കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടി വന്ന കാരണം ശിഷ്യോ ബൃഹസ്പതി സാക്ഷാത് ഉദ്ധവോ ബുദ്ധിസത്വമാഷ്ണീനാംബരോരോ മന്ത്രി കൃഷ്ണസ്യ സഖ എല്ലാമായിട്ടുള്ള ഉദ്ധവരെ പറഞ്ഞു വെച്ചു വൃന്ദാവനത്തിലേക്ക് തനിക്ക് പകരമായിട്ട് തന്റെ പ്രതിനിധിയായിട്ട്. ഉദ്ധവോ ബുദ്ധിസത്തമ. ആദ്യം ഉദ്ധവർ വിചാരിച്ചു ഭഗവാന്റെ സന്ദേശം കൊടുക്കാനാണ്, അവരെ സമാധാനിപ്പിക്കാനാണ് ഒക്കെ വിചാരിച്ചത്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് നന്ദഗോപരുടെ ഭക്തിയും യശോദാദേവിയുടെ ഭക്തിയും ഗോപികളുടെ ഭക്തിയും ഒക്കെ കണ്ടപ്പോ ഉദ്ധവർക്ക് മനസ്സിലായി
തന്നെ ഇപ്പൊ പറഞ്ഞു വെച്ചത് ഇവരെ സമാധാനിപ്പിക്കൊന്നുമല്ല, പിന്നെയോ താൻ സ്വയം ഇവരുടെ കയ്യിൽ നിന്ന് ഭക്തി കണ്ടുപഠിക്കാൻ. വന്ദേ നന്ദപതി സ്ത്രീണാം പാദരേണമ ഭീക്ഷ്ണശ വ്യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം. ഭക്തി അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് കണ്ട് പഠിക്കുക ഉദ്ധവൻ. ആ ഗോപസ്ത്രീകളുടെ പാദരേണുക്കളെ നമസ്കരിച്ചു, യശോദാദേവിയെ നമസ്കരിച്ചു, നന്ദഗോപരെ നമസ്കരിച്ചു, വൃന്ദാവനത്തിലത്തെ ഓരോ മൺതരികളെയും പുൽക്കൊടികളെയും പക്ഷികളെയും മൃഗങ്ങളെയും മയിലുകളെയും കുയിലുകളെയും കാളിന്തി നദിയെയും ആ ഭാണ്ഡീരക വൃക്ഷത്തിനെയും പർവ്വതത്തിനെയും എല്ലാവരെയും ഉദ്ധവൻ നമസ്കരിക്കുന്നു. നമോ ദ്വിജേഭ്യോ നമ ആവടുഭ്യ. ഉദ്ധവർക്ക് മനസ്സിലായി തന്നെ ഭക്തി പഠിപ്പിക്കാൻ വേണ്ടി അയച്ചതാ. കൃതാർത്ഥനായിട്ട് ഉദ്ധവരിതാ വരുന്നു. ഭഗവാന് സന്തോഷമായി ഉദ്ധവരെ കണ്ടപ്പോഴേ ത്വമേ ഭൃത്യ സുഹൃൽ സഖ. ഇനി ഭഗവാന് മുഖത്ത് നോക്കി പറയാം ഉദ്ധവരുടെ, ഉദ്ധവ അങ്ങും ഞാനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. നോദ്ധവോന്നബി മന്യൂനം, എന്നിൽ നിന്നും അങ്ങ് അണുവിന് പോലും കുറവല്ല, നമ്മൾ രണ്ടുപേരും ഒന്നാണ് എന്ന് പറഞ്ഞ് അങ്ങന്റെ സഖാവാണ്, സുഹൃത്താണ്, അങ്ങും ഞാനും ഒന്നാണ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചാലും ഉദ്ധവർക്ക് അഹങ്കാരം വരില്ല. ആ രീതിയിൽ ഉദ്ധവരെ ഉയർത്തി. ബ്രഹ്മശങ്കര മുഖാനപീഹ പശുപാങ്കജാസു പശുപാങ്കനാസു ബഹുമാനേൻ. ഗോപസ്ത്രീകളെ നേരത്തെ ഭഗവാൻ ഉയർത്തി തന്റെ സാന്നിധ്യം കൊണ്ട്. അതാ ഉദ്ധവരെയും ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് പറഞ്ഞയച്ച്, നന്ദഗോപരുടെ യശോദാദേവിയുടെ ഒക്കെ അടുത്തേക്ക് പറഞ്ഞയച്ച് ബുദ്ധി, അവരുടെ ഭക്തി കണ്ടു പഠിക്കത്തക്ക രീതിയിലുള്ള ഒരു ബുദ്ധി. അങ്ങനെ ഉദ്ധവോ ബുദ്ധിസത്തമാ, ഉദ്ധവനെ ബുദ്ധിസത്തമനാക്കി മാറ്റി. ഇവിടെ തിരിച്ച് അപ്പോഴേക്കും ജരാസന്ധന് 18ാമത് യുദ്ധത്തിന് വരുന്നു. യവനന്റെ മുമ്പിൽ തോറ്റതായിട്ട് അഭിനയിച്ച് ഏതോ ഒരു മലയുടെ മുകളിൽ ഗുഹയുടെ മുകളിൽ ചെന്ന് കയറി മുജുകുന്ദനെ കൊണ്ട് നിഗ്രഹിപ്പിച്ചു. മുജുകുന്ദൻ വീണ്ടും കിടന്നുറങ്ങാൻ പുറപ്പെട്ടപ്പോഴേ ഭഗവാന്റെ തേജസ് കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ചോദിച്ചു, അന്ന് ആരാ? കാലനിമിർ ഹത കംസ. കാലനിമയെ കൊന്ന ആളാണ്, കംസനെ കൊന്ന ആളാണ്, അഘാസുരനെ കൊന്ന ആളാണ്, ബകാസുരനെ കൊന്ന ആളാണ്. ആരാന്ന് ചോദിച്ചപ്പോഴേ കൊന്ന ആൾക്കാരനെ ഇഷ്ടമായി പറയുന്നത്. അയ്യോ എന്നെയും കൊല്ലാനാണ് വന്നത്? അല്ല, സോഹം തവ അനുഗ്രഹാർത്ഥം ഗുഹാമേതാം വകൃത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നതാണ്. പ്രാചുർപ്രചരം പൂർവ്വം പണ്ട് അങ്ങ് എന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അനുഗ്രഹിക്കാം. മുചുകുന്ദൻ കേമായിട്ട് സ്തുതിച്ചു. മുചുകുന്ദ സ്തുതി കേമാണ് ഈ വേദങ്ങളുടെ സാര. മുചുകുന്ദനെ അനുഗ്രഹിച്ചു, തിരിച്ചു വന്നു. ഇവിടെ വന്നപ്പോഴാണ് ജരാസന്ധന്റെ 18ാമത്തെ യുദ്ധം. ജരാസന്ധന്റെ മുമ്പിൽ സൈന്യങ്ങളൊക്കെ നിഗ്രഹിച്ച് ഓടി, പേടിച്ചു, തോറ്റു എന്ന് അഭിനയിച്ച് 18ാമതും ഓടി. ജരാസന്ധൻ പിന്നാലെ ഏതോ ഒരു പർവ്വതത്തിന് മുകളിൽ ചെന്ന് കയറി ചുറ്റും വിറകിട്ടങ്ങോട്ട് കത്തിച്ചു ജരാസന്ധൻ. രാമനെയും കൃഷ്ണനെയും ജയിച്ചു എന്ന് പറഞ്ഞ് ജൈവഹരി അടിച്ചു വന്നു. ഭഗവാൻ ഒരു പ്രയാസം ഉണ്ടായില്ലേ? ആ പർവ്വതം ഒന്ന് ചവിട്ടിപ്പിടിക്കുക, അതിനുള്ളിൽ നിന്ന് വെള്ളം വന്ന് നിറച്ചു വെല്ലാം ഭഗവാൻ അറിയാം. അപ്പൊ ആ പർവ്വതത്തിന്റെ വെള്ളം കൊണ്ടൊക്കെ തീയൊക്കെ കെട്ട് ഭഗവാനും എല്ലാവരും കൂടി ആകാശമാർഗത്തിൽ ദ്വാരകയെ എത്തിപ്പിടിക്കും. കതുത്മി പാകത്തിന് രേവതി, തന്റെ മകളെ രേവതിയെ ഭഗവാൻ ബലരാമന് വിവാഹം കഴിച്ചു കൊടുത്തു. ഭഗവാൻ തന്നെയാണ് ആദ്യവസാനമായിട്ട് ഓടി നടന്ന ഏട്ടന്റെ വിവാഹം കേമായിട്ട് നടത്തി. ബലരാമന്റെ രേവതിയുടെയും കല്യാണ കഥ പറഞ്ഞത് നേരത്തെ നവമസ്കന്ധത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ചുരുക്കി പറഞ്ഞു, ഭഗവാൻ ഭീഷ്മസുതാമേവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവതുപയമേ കുരു വിദ്യാമണ്ണം ഭഗവാൻ രുക്മിണി ദേവിയെ വിവാഹം കഴിച്ചു. കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞോ? അപ്പൊ നമ്മളൊക്കെ കല്യാണം കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു ശ്രീ ശുഭബ്രഹ്മർഷി. അപ്പൊ വിസ്തരിച്ച് പറഞ്ഞു 3 അധ്യായങ്ങളെ കൊണ്ട് വർണ്ണിച്ചു. അടുത്ത ശ്ലോകത്തില് ഭഗവാൻ രുക്മിണി ദേവിയുടെ തൃക്കഴുത്തില് ഭഗവാനും ലക്ഷ്മി ദേവിയും ശ്രീകൃഷ്ണ ഭഗവാനും രുക്മിണി ദേവിയായിട്ട് നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന സമരം യുദ്ധരംഗത്തില് വിഷ്ണു ലക്ഷ്മിയായിട്ട്, ലക്ഷ്മി ഭഗവതിയായിട്ടും നാരായണമൂർത്തിയായിട്ടും നമ്മുടെ ഉള്ളിലെ രുക്മിണി കൃഷ്ണന്മാരായിട്ട് എന്നും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ രുക്മിണി സ്വയംവരം ശ്ലോകം വായിച്ചതിന് ശേഷം മാല ചാർത്തുക. അത് കഴിഞ്ഞ് ദീപാരാധന ആ സമയത്ത് ഇവിടെ നാഗസ്വരം പുടവ പൂജിക്കുക, പറ നടക്കുകയൊക്കെ നമുക്ക് നടത്താം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഭഗവാൻ ഭീഷ്മകസുതാമേവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവതുപയമേ കുരുദ്വഹ. സർവത്ര ഗോവിന്ദ നാമ
അത് നടക്കുന്ന സമയമാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ ഭീഷ്മസുതാമേവം നിർജിത്യ ഭൂമിഭാൻപുരമാനീയ വിധിവതുപയേ മേ കുരുദ്വഹ. മഹാമോദപുരോഗസാം രുക്മിണ്യാരമയോ വേദം വിശ്വാകൃഷ്ണം ശ്രീയത്തം ദ്വാരകായാഭൂരാജൻ. മഹാമോദപുരോഗസാം രുക്മിണ്യാരമയോ വേദം വിശ്വാകൃഷ്ണം ശ്രീകൃഷ്ണായ നമഃ. ഇവിടെ മംഗളം ആലപിക്കും. രുക്മിണീസ്വാമത്തിന്റെ സമയത്ത് ആ മംഗള ഇത് ഇവിടെ സ്തുതി സ്തോത്രം അത് ചെല്ലുന്നതാണ്. രുക്മിണീ സമേത ഭഗവാൻ മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ മംഗളമേവർക്കും നേർന്നിടട്ടെ. മന്മഥ മന്മഥൻ മാരുദേശൻ കൺമണിയാകിയ രുക്മിണിയെ സമ്മോദം വിളി കഴിക്കുവാണോ എന്നെ ഞാൻ മംഗളം നേർന്നിടട്ടെ എന്നെ ഞാൻ മംഗളം. വൈരഭിരുക്മിണി തമ്പുരാട്ടി വൈരഭ്യം കാണിച്ചു വേണ്ട പോലെ കൈവല്യദാതാവാം നന്ദജനെ കൈവരിച്ചെന്നതു ഭാഗ്യമായി കൈവരിച്ചെന്നതു ഭാഗ്യമായി. പുണ്യം നീയാർജിച്ചു 100 ജന്മം പുണ്യ പുഞ്ചത്തിങ്കൾ മാലയാക്കാൻ പുണ്യവും പുണ്യവും സമ്മേളിച്ചു പുണ്യമൂലയിലുയർന്നിടട്ടെ പുണ്യമൂലയിലുയർന്നിടട്ടെ. പ്രേമത്തോടൊന്നു വിളിച്ചെന്നാലിൽ ആമയം തീക്കുവാൻ കൃഷ്ണനെത്തും പാദം പിടിച്ചു കരയുന്നോരേ പാണി പിടിച്ചവൻ പാലിച്ചിടും പാണി പിടിച്ചവൻ പാലിച്ചിടും. ദുർഗാചരണത്തെ സേവിച്ചപ്പോൾ ദുർഘടം രുക്മിണിക്ക് ദുഃഖവിനാശനൻ കാവണന്റെ ചൊൽക്കൊണ്ട ജായാപാദത്തെ നൽകി ചൊൽക്കൊണ്ട ജായാപാദത്തെ നൽകി.
എത്ര ശിശുവാലരുണ്ടായാലും എത്രയോ യുക്തിമാമേരിട്ടാലും അത്ര ഭഗവതി കാരുണ്യത്താൽ ഈ ലോകത്തിൽ ജയിക്കുമാരും ലോകത്തിൽ ജയിക്കുമാരും അമ്മ കനിഞ്ഞെന്നാൽ സജ്ജനങ്ങൾ അഞ്ചസാവം നീടും പാലിച്ചിടാൻ നമ്മുടെ സുന്ദര ബ്രാഹ്മണനെ അമ്മ വരുത്തിയയച്ചതല്ലേ അമ്മ വരുത്തിയയച്ചതല്ലോ പാലിന്റെ നന്മയെ പ്രാപിക്കുന്ന നാരദൻ കൂട്ടിക്കൊടുത്തിവിട്ട ലോകവിമോഹനമായ വേളി ലോകത്തിൽ മംഗളം നേരിടട്ടെ ലോകത്തിൽ മംഗളം നേരിടട്ടെ പുത്തനായി തീർത്തോരു ദ്വാരകയിൽ ആത്മോദം നടുമുറ്റത്തായി ഉത്തമ സ്ത്രീകൾ വിധിച്ച പോലെ രുക്മിണിയെ കുടിവെച്ചു ഭാഗ്യം രുക്മിണിയെ കുടിവെച്ചു ഭാഗ്യം ആരപ്പുവാക്കില്ല എന്നിവയും ആനന്ദം ചേർക്കുന്ന മേളങ്ങളും ആനന്ദനന്ദന കൊട്ടാരത്തിൽ ആഘോഷിക്കപ്പെട്ടു വേണ്ട പോലെ ആഘോഷിക്കപ്പെട്ടു വേണ്ട പോലെ വേദജ്ഞരോധിയ വേലിയോത്തും പാവനമാം ദേവി പൂജകളും എന്നല്ല സത്യയും സമ്മാനവും ഒന്നും വിവരിപ്പാനൊട്ടുമാകാം അന്യോന്യ അത്യന്ത പ്രേമത്തോടും അന്യോന്യ സല്ലാതയോടും അന്യ സുദുർലഭ ദാമ്പത്യത്തെ അന്യവരനുഷ്ഠിച്ചു നീനാൾ അന്യവരനുഷ്ഠിച്ചു നീനാൾ ചോചാനിക്കര അംബികെ നീ വാരം തുണക്കണേ ഞങ്ങളെ നീ മാറ്റിത്തം കൂടാതി മംഗളത്തെ ഊറ്റം വെടിഞ്ഞെന്നും പാടുവാനായി ഊറ്റം വെടിഞ്ഞെന്നും പാടുവാനായി മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം ആയുരേജ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ മംഗളമേവർക്കും നേർന്നിടട്ടെ മംഗളമേവർക്കും നേർന്നിടട്ടെ മംഗളമേവർക്കും നേർന്നിടട്ടെ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രുക്മിണീ സ്വയംവരം മൂന്ന് പ്രായങ്ങളെക്കൊണ്ട് വർണ്ണിച്ചു. വേദവ്യാസ മഹർഷി ശേഷബ്രഹ്മർഷി അത് പരീക്ഷത്തിന് മുമ്പിൽ ഇതാ പാടുന്നു. നമുക്കും ഇതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം വിവാഹത്തിലുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ കഥയാണ് രുക്മിണീ സ്വയംവരം. ജീവാത്മാക്കളാകുന്ന നമ്മളൊക്കെ പരമാത്മാവാകുന്ന ഭഗവാന്റെ അടുത്തേക്ക് ചേരാനുള്ള ആൾക്കാരാണ്. രുക്മിണി ദേവിക്ക് ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു. നമുക്കും ഒരു ഗുരുനാഥന്റെ ആവശ്യമുണ്ട്. നമുക്ക് ആരാ ഗുരുനാഥൻ അറിയില്ല. നമുക്ക് ഗുരുവായൂരനെ തന്നെ ഗുരുനാഥനാക്കി ഗുരുവായൂരന്റെ അടുത്തേക്ക് എത്താം. രുക്മിണി ദേവി രുക്മി അഗ്രജ രുക്മരഥോ രുക്മബാഹുര അനന്തര രുക്മകേശോ രുക്മമാലി 5 സഹോദരന്മാര്. രുക്മിണിയേഷ സതി സതി എന്നുള്ള ഒരൊറ്റ വാക്കുകൊണ്ട് രുക്മിണി ദേവിയുടെ ഗുണങ്ങളും രുക്മിണിക്ക് പറയാനുള്ള എഴുതി തന്നാൽ ഞാൻ കൊണ്ടുകൊടുക്കാം ഭഗവാനെ. സന്തോഷം സഹായം ഇങ്ങനെയെങ്കിലും പറഞ്ഞുള്ള ഒരാള് രുക്മിണി ദേവി സുവർണ കൃഷികളാൽ തന്റെ ആ ലിഖിതം ഭഗവാനോട് പറയാളൂ ഒരു കത്താക്കി എഴുതി മുദ്ര വെച്ച് ഗുരുനാഥന് കൊടുത്തു. അദ്ദേഹം ആ ദ്വിജ ബ്രാഹ്മണൻ പറന്നു ദ്വാരകയിലേക്ക്. ഭഗവാൻ ഇങ്ങനെ കണ്ടു. ആസീനം അഞ്ജനാസനെ സ്വർണത്തിന്റെ സിംഹാസനത്തിൽ ഭഗവാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴേ സ്വർണമാലയിൽ നീലക്കല്ല് കൊത്തിവെച്ച പോലെ എന്നൊക്കെയാ പറയുന്നത്. ഇതൊരു ഭംഗിയ ഭഗവാനെ കാണാൻ. അപ്പൊ രുക്മിണിക്ക് എന്തുകൊണ്ടും ഭഗവാൻ യോജിക്കും. ഭഗവാൻ എന്തുകൊണ്ടും രുക്മിണി ബ്രാഹ്മണപ്രിയ. ഭഗവാൻ ചോദിച്ചു വിശേഷമൊന്നും ഇല്ലല്ലോ.
വിശേഷമുണ്ട്. ബ്രാഹ്മണൻ പറഞ്ഞു ഇവിടുത്തെ അടുത്തേക്ക് ഒരു നിവേദനമായിട്ട് വന്നത് രുക്മിണി ഭീഷ്മക സുതയായിട്ടുള്ള ഭീഷ്മക മഹാരാജാവിന്റെ മകളായിട്ടുള്ള കുണ്ടിനപതിയായിട്ടുള്ള ഭീഷ്മക മഹാരാജാവിന്റെ മകള് രുക്മിണി ഒരു സന്ദേശം തന്നിട്ട് വായിക്കാം. അപ്പൊ ആ കത്തിന്റെ മുകളിൽ കവറിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, സാക്ഷാൽ ശ്രീ ദ്വാരകാനാഥന് അഡ്രസ് ചെയ്തിട്ടുണ്ട് അഭിസംബോധന. ലേശൊന്ന് ഉള്ളിത്തെട്ടി ഭഗവാനെ. കഴിഞ്ഞ അവതാരത്തില് ശ്രീരാമാവതാരത്തില് താൻ അങ്ങട് ചെന്ന് ത്രിദശോപനീതം 300 പേര് വലിച്ചു കൊണ്ടുവന്ന ശൈവചാപം എടുത്തുയർത്തി പൊട്ടിച്ച് താൻ വിവാഹം കഴിച്ചത് സീതാദേവിയെ ശ്രീരാമനെ. ഈ അവതാരം ആയപ്പോഴേക്കും വില്ലും ഇല്ല, പൊട്ടിക്കലും ഇല്ല, വരവും കാണാനില്ല, ഒന്നുമില്ല, മറന്നു എന്നുള്ള രീതിയിലാണ് സാക്ഷാൽ ശ്രീ ദ്വാരകാനാഥനെ ഓർമ്മിപ്പിക്കലാണ് രുക്മിണിയുടെ. ഭഗവാൻ പറഞ്ഞു ബ്രാഹ്മണ അങ്ങനെ വായിച്ചോളൂ. ബ്രാഹ്മണന് സന്തോഷമായി. ദീപാരാധന സമയത്താണ്, ദീപാരാധന സമയമാണ് എല്ലാവരും പ്രാർത്ഥിക്കുക, നമുക്ക് അങ്ങനെ പോകാനുള്ള സാഹചര്യം ഇല്ല. എന്തായാലും ബ്രാഹ്മണന് സന്തോഷമായി. അദ്ദേഹം ആ എഴുത്ത് വായിച്ച് പൊട്ടിച്ച് വായിച്ചു. ശുത്വാ ഗുണാൻ ഭുവനസുന്ദര ഷണ്ണുതാം തേ. അവിടുത്തെ ഗുണഗണങ്ങളൊക്കെ കേട്ട് അടിയന്റെ മനസ്സ് അവിടുത്തെങ്കിലും ആവേശിച്ചിരിക്കണു. അതുകൊണ്ട് എത്രയും വേഗം അടിയനെ വിവാഹം കഴിക്കണേ. അപ്പൊ യുദ്ധമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു സൂത്രം വേണമെങ്കിൽ പറഞ്ഞു തരാം. തലേന്ന് ദേവി ഞങ്ങളുടെ പരദേവത പാർവതി ദേവിയും മഹാദേവനെ തൊഴാൻ പോവും. അമ്പലത്തിന് മുമ്പിലേക്ക് വന്നാൽ അവിടുന്ന് കൊണ്ടുപോകാം, യുദ്ധമൊക്കെ ഒഴിവാക്കാം. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവിടുന്ന് തരണില്ല വെച്ചാൽ ഇവിടുത്തൊക്കെയാണ് അവിടുത്തെ അതിന്റെ മോശം. ഒരു സിംഹത്തിന്റെ മുമ്പിൽ ഒരു എര ഇടുമ്പോ എര വന്നിട്ട് അത് കുറുക്കന്മാർക്ക് അടിച്ചു കൊണ്ടുപോകുമ്പോ ആ സിംഹത്തിനാണ് അതിന്റെ മോശം ഇല്ലേ. അതുകൊണ്ട് നരസിംഹമൂർത്തി ആയിട്ടുള്ള ഇവിടുന്ന് ഈ ശിശുപാലാദി കുറുക്കന്മാരെ അടിയനെ തൊട്ട് അശുദ്ധാക്കാളെ ഇടവരുത്തരുത്. ഇവിടുത്തേക്കുള്ള നിവേദ്യാണ് അടിയൻ. ഇത്രയൊക്കെ നിറച്ച് രാജാക്കന്മാര് നാരദൻ എല്ലാരോടും പറഞ്ഞുകൂടെ തിരിച്ചു രാജാക്കന്മാരെ രുക്മിണിക്ക് ആകെ പറയും മാറ്റില്ല. വെള്ളിന്റെ കൂടെ ഒന്ന് നോക്കി എല്ലാവരെയും നോക്കിയപ്പോഴേ എന്തൊരു സൗന്ദര്യം എന്നെ നോക്കി പറഞ്ഞ കുതിരപ്പുറത്തിരുന്നോണ്ട് രുക്മിണിക്ക് സമാധാനമായി. രണ്ടുപേരും ഭക്തരെല്ലാം പറഞ്ഞു കൃഷ്ണ രുക്മിണിയെ കൊണ്ടുപോയിക്കോളൂ, ഞാൻ ഈ യുദ്ധം തീർത്ത് വേഗം വരാം. കുചേലവൃത്തം നേരിട്ട് ഇവിടെ അഭിനയിച്ച് നമുക്കൊക്കെ വേണ്ടി ഭക്തിപൂർവ്വം സമർപ്പിക്കണു. ഇവിടെ എല്ലാവരും കുറച്ച് ആൾക്കാർ കൂടിയിട്ട് നിങ്ങൾക്കൊക്കെ അറിയുന്ന ആൾക്കാർ തന്നെയാണ്. അതിലും എല്ലാവരും പങ്കെടുക്കുക. ഇന്നിവിടെ കൈകുട്ടിക്കളിയുണ്ട്, രുക്മിണി സ്വയംവരം. ഇതിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ഇവിടുത്തെ ഹരേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എല്ലാവർക്കും പ്രസാദം എല്ലാവർക്കും ധാരാളം ഇവിടെ ഉണ്ട്. എല്ലാവരും നല്ല എന്താ പറയുക കാമൻ ക്വൈറ്റായിട്ട് അവിടെ ഇരിക്കുക. തിരുവാതിരക്കളി കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും പ്രസാദം തരുന്നതായിരിക്കും. ബുക്ക് ചെയ്ത് അപ്പത്തിന് ബുക്ക് ചെയ്ത ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ.
ഭജോ രാധേ ഗോവിന്ദ ഭജോ രാധേ ഗോവിന്ദ ഭജോ രാധേ രാധേ ഗോവിന്ദ ഭജോ രാധേ ഗോവിന്ദ ഭജോ രാധേ ഗോവിന്ദ ഭജോ രാധേ മഞ്ഞപ്പൂന്തുകിൽ ചുറ്റി മഞ്ചാടി മാല ചാത്തി കൊഞ്ചിക്കുഴഞ്ഞങ്ങനെ കണ്ണൻ വരുന്നു നെഞ്ചിൽ പരിഭവവും കയ്യിൽ പാൽക്കുടവുമായി കണ്ണീർ തോളും വിരാധ കാത്തിരിപ്പൂ കണ്ണീർ തോളും വിരാധ കാത്തിരിപ്പൂ രാധേ ഗോവിന്ദ ഭജോ രാധേ ഗോവിന്ദ ഭജോ രാധേ ഗോവിന്ദ ഭജോ രാധേ രാധേ ഗോവിന്ദ ഭജോ രാധേ ഗോവിന്ദ ഭജോ രാധേ ഗോവിന്ദ ഭജോ രാധേ കണ്ണ് കാരുണ്യവായ്പും ചുണ്ട് പൊന്മുരളിയും പുഞ്ചിരിപ്പാലുമായി കണ്ണൻ വരുന്നു കണ്ണന്റെ മാറിൽ ചാത്താൻ മന്ദാരമാല്യം കോർത്ത് കണ്ണു അടച്ചു രാധ കാത്തിരിപ്പൂ കണ്ണു അടച്ചു രാധ കാത്തിരിപ്പൂ രാധേ ഗോവിന്ദ ഭജോ രാധേ ഗോവിന്ദ ഭജോ രാധേ ഗോവിന്ദ ഭജോ രാധേ രാധേ ഗോവിന്ദ ഭജോ രാധേ ഗോവിന്ദ ഭജോ രാധേ ഗോവിന്ദ ഭജോ രാധേ രാധേ ഗോവിന്ദ ഭജോ രാധേ അതിമനോഹരമായ ഈ തിരുവാതിരക്കളി നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഭക്തജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച കരിപ്പുറം മഹാവിഷ്ണുക്ഷേത്രത്തിലെ നാരായണ സമിതി ഒരുക്കുന്ന നാരായണ സമിതി അംഗങ്ങളായ ശ്രീമതി ഗീല അമൃതനം ജയശ്രീ കുലാശ്ശേരി ഷീല ദേവിദാസ് ഗീത മധു ജയലക്ഷ്മി ഇന്ദു ദിവ്യ മനോജ് നന്ദിനി മണികണ്ഠൻ മാലിനി രാഘവൻ ശില്പ ബാബു സന്ധ്യ സതീഷ് ഗീത മണികണ്ഠൻ അർച്ചന ഹരി സുജാത മനോജ് രമ രാജേഷ് ശാലിനി തുടങ്ങിയവർക്ക് നമ്മുടെ ക്ഷേത്ര പരിപാലന സമിതിയുടെ പേരിൽ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഗോവിന്ദ